നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയവരിൽ മലയാളികൾ ആരുമില്ല. വാസ്തവം പറഞ്ഞാൽ അതിശയം തോന്നുന്ന ഒരു കാര്യമാണ്. എന്നല്ല, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആരുമില്ലായിരുന്നു. അതും അതിശയം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. ദക്ഷിണേന്ത്യയിൽ നമുക്കറിയാം, ഈ തെലുങ്ക് നാട്ടിൽ നിന്ന്, അതായത് തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും, ആ രണ്ട് സ്റ്റേറ്റുകളിൽ നിന്നുള്ളവർ അവരുടെ ഏറ്റവും വലിയ സ്വപ്നം അമേരിക്കയിലെത്തുക എന്നുള്ളതാണെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രയുണ്ട് ശരിയാണെന്ന് അറിഞ്ഞുകൂടാ, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വപ്നം കാണുന്ന കാര്യം അതാണ്. അതുകൊണ്ട് ധാരാളമായിട്ട് അവർ വരുന്നു. അവിടെ എൻജിനീയറിങ് പഠിച്ചു എന്ന് പറയുന്ന ഈ ഒറ്റമുറിയിലും ഒക്കെയുള്ള കോളേജുകളിൽ നിന്ന് പഠിച്ചും പഠിക്കാതെയും ഒക്കെ ഇവിടെ വരുന്നു. ഇവിടെ വന്ന് അവരുടെ ആളുകൾ തന്നെ അവരെ പഠിപ്പിച്ച് ഐ ടി രംഗത്തും മറ്റും പഠിപ്പിച്ച് ജോലി കിട്ടുന്നു എന്നാണ് ആക്ഷേപം പറയുന്നത്. ഇത് മൊത്തം ശരിയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും അവരോട് പൊതുവിൽ ആന്ധ്രയിൽ നിന്ന് വരുന്നവരോട്, തെലുങ്കരോട് നമ്മുടെ ആളുകൾക്കൊന്നും അത്ര പഥ്യമല്ല. കാരണം അവരാണ് കൂടുതലുള്ളതും അവരാണ് മേൽ തട്ടിലേക്ക് പോകുന്നതും. അപ്പോൾ ഇവിടെ ഇപ്പം ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ആരും വരാതിരുന്നത്, ആരുമില്ലാത്തത്. അപ്പോൾ ആളുകളില്ലാത്തത് കൊണ്ടല്ല. ഇവിടെ ദക്ഷിണേന്ത്യയിൽ നിന്ന് തെലുങ്ക് സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിൽ നിന്നും ധാരാളം പേർ അമേരിക്കയിലുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് കുറച്ച് കുറവുള്ളതെന്ന് തോന്നുന്നു. കർണാടകയിൽ നിന്നും, തമിഴ്നാടും കർണാടകയും അത്രയ്ക്ക് നമ്മുടെ അത്രയും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ ഈ രണ്ട് സ്റ്റേറ്റുകളിൽ നിന്നെങ്കിലും ആളുകൾ വരേണ്ടതായിരുന്നു, ആളുകളെ പിടികൂടേണ്ടതായിരുന്നു. എന്തുകൊണ്ട് പിടികൂടിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ചർച്ചാ വിഷയമായിരിക്കുന്ന പല ടി വി പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ആരുമില്ലാത്തത്? പ്രധാനമായിട്ട് ഈ പിടികൂടിയവരെല്ലാവരും തന്നെ ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരാണ്. ഗുജറാത്ത്, പഞ്ചാബ്, പിന്നെ ഹരിയാന, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് അത്ര കേമപ്പെട്ടതെന്ന് പറയുന്നില്ല. മറ്റ് സ്റ്റേറ്റുകളെല്ലാം സാമ്പത്തികമായിട്ടൊക്കെ ഉന്നത നിലയിൽ നിൽക്കുന്ന സ്റ്റേറ്റുകളാണ്. അവിടെ നിന്നുള്ള ആളുകളാണ് ഈ മഹാത്യാഗങ്ങളൊക്കെ സഹിച്ച് ഒരുപാട് പണം മുടക്കി ഈ പല രാജ്യങ്ങൾ സഞ്ചരിച്ച് പല മാസങ്ങളെടുത്ത് കാട്ടിലൂടെയും ഒക്കെ നടന്ന് എല്ലാവിധ ത്യാഗങ്ങളും സഹിച്ച് എല്ലാവിധ ഉപദ്രവങ്ങളും സഹിച്ച് ഇവിടെ നടന്നെത്തി നേരെ വന്ന് കയറുന്ന എങ്ങോട്ടാ? പോലീസിന്റെ പിടിയിലേക്ക്. അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, ICE അവരുടെ കയ്യിലേക്കാണ് വന്ന് വീഴുന്നത്. പണ്ട് കാലത്താണെങ്കിൽ ഇങ്ങനെ നടന്നു പോരായിരുന്നു. പക്ഷേ അത് ബൈഡന്റെ അവസാന കാലമായപ്പോഴത്തേക്ക് ആ സ്ഥിതി അങ്ങ് മാറി. ഇങ്ങനെ വരുന്നവരെ കയ്യോടെ പിടികൂടുക, അവരെ പിടിച്ച് തടങ്കലിലിടുക, അതിനുശേഷം തിരിച്ചയക്കുക എന്നുള്ളൊരു സ്ഥിതി വന്നു. ട്രംപ് വന്നതോടുകൂടി അതൊരു പ്രധാന അജണ്ടയായി മാറി. എന്ന് മാത്രമല്ല, ഇങ്ങനെ വരുന്നവർക്ക് അമേരിക്ക സംരക്ഷണം കൊടുക്കുന്നതിനോടുള്ള ഒരു രോഷം തന്നെ ജനങ്ങൾക്കിടയിലുണ്ടായി. നമുക്ക് തന്നെ അറിയാം, ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇവരെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് താമസം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, പിന്നെ പോക്കറ്റ് മണി കൊടുക്കണം, ഫോൺ കൊടുക്കണം എന്നുള്ള ഒരു സ്ഥിതി. ഇതെല്ലാം ആളുകളുടെ പണം കൊണ്ട്, ഇവിടുത്തെ ടാക്സ് പേയേഴ്സിന്റെ പണം കൊണ്ട് കൊടുക്കണമെന്നുള്ള ഒരു സ്ഥിതി വന്നു. അപ്പോൾ അതിനോടുള്ള ഒരു രോഷമാണ് വാസ്തവം പറഞ്ഞാൽ ട്രംപ് മുതലാക്കിയെടുത്തത്. അത് ഡെമോക്രാറ്റുകൾക്ക് ദോഷവുമായി. അപ്പോൾ എന്തുകൊണ്ടാണ് മലയാളികളില്ലായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ച് മലയാളികളില്ല എന്നുള്ളതിൽ സാധാരണ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ മലയാളികളാണ് ഉണ്ടാവാറുള്ളത്. നമുക്കറിയാം, നമ്മളെപ്പോഴും പറയുന്നതാണ്, ചന്ദ്രനിൽ ചെന്നാൽ അവിടെയും ഒരു ചായക്കടയുമായിട്ടൊരു മലയാളി ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കേമപ്പെട്ട വർത്തമാനം പറയുന്നതാണ്. പക്ഷേ ഈ രംഗത്ത് അത്ര ഇല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഇങ്ങനെ ത്യാഗങ്ങളൊക്കെ സഹിച്ച് വരാനായിട്ട് താല്പര്യം കാണിക്കുന്നവരല്ല. നമ്മുടെ അത്ര വലിയ സാഹസിക മനസ്ഥിതി നമുക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങോട്ട് വരുന്നതിന് തന്നെ ഒരു 10, 70, 60, 70 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്, ഏകദേശം ഒരു $100,000 അല്ലെ 50,000-നും $100,000-നും 1,00,000-നും ഇടയ്ക്ക് ഡോളറോളം മുടക്കിയാണ് ഇങ്ങോട്ട് വരുന്നത്. അതൊക്കെ ഈ മറ്റ് സ്റ്റേറ്റുകളിലുള്ളവരാണ്, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ധാരാളം ബന്ധുക്കളുള്ളവരാണ് സാധാരണ നിലയിൽ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പൈസ മുടക്കി വന്ന് ഇവിടെ വന്നാൽ ഉടനെ അവരുടെ ബന്ധുക്കൾക്ക് കടകളും സ്ഥാപനങ്ങളും ഉണ്ട്, അങ്ങോട്ട് കയ്യോടെ ജോലിക്ക് കയറാമെന്നുള്ളൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ വരാനായിട്ട് ധൈര്യപ്പെടുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും, എൻ്റെ ബന്ധുക്കളല്ലേ, എൻ്റെ ആളുകൾ ജോലി തരുമെന്ന് പറയാൻ എത്ര പേരുണ്ട്? ഇവിടെയുള്ള നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ സ്വഭാവം. നമ്മളൊക്കെ ആ സുഖകരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കിട്ടുന്ന ജോലി, ഒരുവിധം മര്യാദയുള്ളൊരു ജോലി കിട്ടുന്നു, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി, വലിയ അല്ലലും അലച്ചലും ഇല്ല, ഒരു വീടുണ്ടാക്കും, വീട് വാങ്ങും, പിന്നെ പിള്ളേരുടെ പഠിത്തം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകും. എന്നല്ലാതെ ഒരുപാട് പണം സമ്പാദിക്കാനോ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും നമ്മളാരും
നമ്മളിൽ നല്ലൊരു പങ്ക് ശ്രമിക്കാറില്ല. ഇനി ഉള്ള കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ, വല്ല ഗ്രോസറി കടയോ അല്ലെങ്കിൽ ഈ ഹോട്ടലുകളോ ഒക്കെയാണ് ഉള്ളത്. നേരെ മറിച്ച് ഈ ഗുജറാത്തികളും പഞ്ചാബികളും ഒക്കെ എന്താണ്, ഇപ്പം ഗുജറാത്തികളെ പറ്റിയൊക്കെ പറയുന്നത് ഇവിടെയുള്ള ഡങ്കിൻ ഡോണറ്റ്സ് പോലുള്ള ഫ്രാഞ്ചൈസികൾ മുഴുവൻ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അവരുടെ കയ്യിൽ കിട്ടുന്നതെന്നുള്ളതിന് അതുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. രാത്രി 2 മണിക്ക് തന്നെ ഉണർന്നെണീറ്റ് ഇതിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാനായിട്ട് അവർക്ക് ഒരു മടിയുമില്ല, കഷ്ടപ്പെടാനായിട്ട് യാതൊരു മടിയുമില്ല. അതിൻ്റെ കൂടെ കഷ്ടപ്പെടാനാണ് തയ്യാറായിട്ടാണ് ഈ നാട്ടിൽ നിന്നുള്ള ആളുകൾ വരുന്നത്, അവരുടെ ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ ഇങ്ങോട്ട് വരുന്നതും. അതുകൊണ്ടാണ് അവരെ സ്വാഗതം ചെയ്യുന്നത്, അവർ വരാൻ ധൈര്യം കാട്ടുന്നത്. ഇവിടെ വന്നാൽ പേടിക്കേണ്ടതില്ല, ഇവിടെ കയറി കഴിഞ്ഞാൽ പേടിക്കേണ്ടതില്ല എന്നുള്ളൊരു ധാരണ അവിടെയുണ്ട്. നേരെ മറിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ധാരണ കൊടുക്കാനായിട്ട് നമുക്ക് ആർക്കും കഴിവില്ല, നമ്മളിൽ മിക്കവർക്കും കഴിവില്ല. അത് സത്യം നമ്മൾ അംഗീകരിക്കണമല്ലോ. എന്നേരി നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ദരിദ്രരാണെന്നോ ഒന്നുമല്ല, പക്ഷേ ഇങ്ങനെയുള്ള വ്യവസായങ്ങളോ ബിസിനസ്സുകളോ ഒന്നും നമുക്കില്ല. അപ്പം നാട്ടിൽ നിന്ന് ഒരാൾ ജോലിക്ക് വന്നാൽ, ഇവിടെ വന്നാൽ ഒരു ജോലി കൊടുക്കാൻ നമുക്ക് കഴിവില്ല. പിന്നെ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞ് ഒരു ജോലിയൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കേണ്ടി വരും. നേരെ മറിച്ച് ഗുജറാത്തികൾക്കോ പഞ്ചാബികൾക്കോ ആ സ്ഥിതി ഇല്ല. അവർക്ക് നാട്ടിൽ നിന്ന് എത്ര പേര് വന്നാലും ഉൾക്കൊള്ളാനുള്ള കഴിവും സന്നാഹങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ ഒരു ധൈര്യം നമുക്ക് കൊടുക്കാനായിട്ട് നാട്ടിൽ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നാട്ടിൽ നിന്ന് ആളുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള താല്പര്യവും കുറയുന്നു. പിന്നെ നമ്മളിങ്ങനെ ഈ ഇല്ലീഗലായിട്ട് കൊണ്ടുവരുന്നതിനോട് വലിയ അനുഭവമുള്ള ആളുകളല്ല നമ്മൾ. പ്രത്യേകിച്ച് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്, നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആരും ആ ബസ്സിൽ കയറരുത്, വണ്ടി വിട്ടു പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അമേരിക്കയിൽ വന്നു, ഇനിയിപ്പോൾ ആരും വന്നില്ലേലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളുടെ ഒരു ഭാഗം. അതിന് പുറമെ കേരളത്തിൽ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ പല ബന്ധുക്കൾക്കൊന്നും അമേരിക്കയിൽ വരാൻ കൂടി താല്പര്യമില്ല. എന്നാൽ വന്നൊന്ന് കണ്ടിട്ട് പോവുക, അതിന് പോലും താല്പര്യമില്ല. എന്ന് മാത്രമല്ല, ചിലരിവിടെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയെങ്കിലും തിരിച്ചു പോകുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാനോ ഇവിടെ കൂടുതലായിട്ട് കുറച്ച് ദിവസം കൂടെ കൂടുതൽ നിൽക്കാനോ താല്പര്യം കാണിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പം അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ളവരാണ് നമ്മൾ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത പറയുന്നത്, നമ്മൾ ആ മണ്ണിനോടുള്ള സ്നേഹം അത് നമുക്കുള്ള അത്രയും വേറെ ഒരുത്തർക്കും ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് നമുക്കൊരു വീട് തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ പോവുമോ? ഇല്ലല്ലോ. നമുക്ക് ആ നമ്മുടെ ഗ്രാമത്തിൽ തന്നെ, നമ്മുടെ ആ സൗകര്യത്തിൽ തന്നെ വേണം നമുക്ക് താമസിക്കാനായിട്ട്. അവിടെ വിട്ടുപോകാൻ നമുക്കിഷ്ടമില്ല. ആ മണ്ണിനോടുള്ള ആ താല്പര്യം. അതുപോലെ തന്നെ നമ്മൾ എവിടെ താമസിക്കുന്നു അവിടെ തന്നെ അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു. മറ്റാർക്കും അത് അത്രയ്ക്കില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അമേരിക്കയിൽ വന്നിട്ട് പോലും നമ്മൾ എവിടെ താമസിക്കുന്നു, ഏത് നഗരത്തിൽ താമസിക്കുന്നു, അവിടെ വിട്ടുപോകാൻ നമുക്കിഷ്ടമില്ല. കാരണം നമ്മുടെ പരിചയവും നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥ ഇതാണ്. അപ്പം ഈ ഒരു ചിന്താഗതി കേരളത്തിനും ധാരാളമാണ്. അവിടെ ആളുകൾക്ക് ആ ഉള്ളത് കൊണ്ട് അവിടെ പിന്നെ കഴിഞ്ഞുകൂടാം എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് നല്ലൊരു പങ്ക് ജനങ്ങൾ. നേരെ മറിച്ച് ഇത് പോരാ, കുറച്ചുകൂടെ ഉയരണം അല്ലെങ്കിൽ മറ്റൊരു ലക്ഷ്യത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പിന്നെ ഈ പുറം സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പോകുന്നത്. അപ്പം അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, കേരളത്തിൽ മാത്രം ജീവിച്ചിരിക്കുന്നവർ, കേരളത്തിൽ മാത്രം താമസിച്ചിട്ടുള്ളവർ പുറത്തു പോകാൻ വലിയ താല്പര്യം കാണിക്കുന്നവരല്ല. നേരെ മറിച്ച് കേരളത്തിന് പുറത്ത് ജോലിക്ക് പോയവർ, അല്ലെങ്കിൽ പഠിക്കാൻ പോയവർ, പട്ടാളത്തിൽ പോയവർ, അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിക്കാൻ പോയവർ, അല്ല മറ്റെന്തെങ്കിലും പഠിക്കാൻ പോയവർ, ജോലി ആവശ്യാർത്ഥം മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയവർ, അവരാണ് വിദേശത്ത് പോകാനായിട്ട് താല്പര്യം കാണിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം കേരളത്തിന് പുറത്ത് ജീവിതമുണ്ടെന്നും കേരളത്തെക്കാൾ സുഖകരമായ ജീവിതമാണ് പുറത്തുള്ളതെന്നും അവർ മനസ്സിലാക്കുന്നു. അത് കണ്ടെത്തി കഴിയുമ്പോഴാണ് പലരും എന്നാൽ പിന്നെ വിദേശത്തേക്ക് പോയി കളയാം, അവിടെയും നല്ലതായിരിക്കുമല്ലോ എന്നുള്ള ചിന്താഗതി വരുന്നത്. നേരെ മറിച്ച് കേരളത്തിൽ മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് ആ നാട് വിട്ടുകളയാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ത്യാഗങ്ങളൊക്കെ സഹിക്കാൻ ആർക്കും തന്നെ താല്പര്യം ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ കാര്യം, എന്നാലും ഇവിടെ ഒരുപാട് പേര് വിസ ഇല്ലാതെ നിൽപ്പുണ്ട്. ഇല്ലീഗലായിട്ട് നിൽക്കുന്നവരിൽ ധാരാളം പേരുണ്ട്. പക്ഷേ പലരും വരുന്നത് ഏതെങ്കിലും വിസയിൽ ഇവിടെ വരുന്നതാണ്. വിസയിൽ വന്നിട്ട് അത് ഓവർ സ്റ്റേ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ ആളുകൾ കൂടുതൽ പേര് ഇവിടെ നിൽക്കുന്നത്. എന്തെങ്കിലും ജോലികളിൽ കയറുക, അത് അല്ലെങ്കിൽ ഈ സ്ത്രീകളാണെങ്കിൽ കുട്ടികളെ നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കുറേ നാൾ കൊണ്ട് കുറേ പൈസ ഉണ്ടാക്കി തിരിച്ചു പോകുക എന്നുള്ള ലക്ഷ്യത്തോടെ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ ഒരു മെച്ചമെന്ന് ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മളാരും കുഞ്ഞുകുട്ടി പരാധീനത്തോടെയല്ല അമേരിക്കയിലേക്ക് വരുന്നത്. തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കാണ് വരുന്നത്. ഇവിടെ വന്ന് കഷ്ടപ്പാടാണെങ്കിലും ഒറ്റയ്ക്കാണ് വന്ന് കഷ്ടപ്പെടുന്നത്. കുടുംബം സുരക്ഷിതമായിട്ട് നാട്ടിലുണ്ടാവും. നേരെ മറിച്ച് ഈ ഗുജറാത്തികളും പഞ്ചാബികളും ഒക്കെ കൊച്ചുങ്ങളെയും ഭാര്യയും കൊച്ചുങ്ങളെയും എല്ലാം കൂടെ കൂട്ടിയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവരെല്ലാം കൂടിയാണ് തിരിച്ചയക്കുകയും ചെയ്യുന്നത്. ഇപ്പം നമ്മളെ തിരിച്ചയച്ചാൽ അത്രയ്ക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ ഈ ദക്ഷിണേന്ത്യക്ക് ഈ ഒരുപക്ഷെ
ഈ തെലുങ്കരും ഒരുപക്ഷെ നമ്മുടെ ചിന്താഗതിക്കാരായിരിക്കാം. അവരും ഇവിടെ ലീഗലായിട്ട് വരാൻ മാത്രമേ താല്പര്യം കാണിക്കുന്നുള്ളായിരിക്കാം. ഇല്ലീഗലായിട്ട് വരുന്നവരും നമ്മളെപ്പോലെ വിസ ഓവർസ്റ്റേ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെയുള്ള ത്യാഗങ്ങൾ സഹിച്ച് വരാനായിട്ടുള്ള താല്പര്യം അവരും കാണിക്കുന്നുണ്ടാവില്ല. ഈ തെലുങ്കരും നമ്മുടെ അത്രയും ഈ ഗുജറാത്തികളുടെയോ അല്ലെങ്കിൽ പഞ്ചാബികളുടെയോ അത്രയും പിന്നെ സ്ഥാപനങ്ങളൊന്നും തെലുങ്കർക്കും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അവരും കൂടുതൽ നമ്മളെപ്പോലെ തന്നെ ഉദ്യോഗസ്ഥരും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അതിൽ കൂടുതൽ അറിവില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ളപ്പോഴാണ് നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. വേണമെങ്കിൽ അവർ ഒരു വിസിറ്റിങ്ങിന് വന്നിട്ട് പോയിക്കോട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തായാലും ഇപ്രാവശ്യം അങ്ങനെ ഈയിടയ്ക്ക് ആരും മലയാളികളാരും പിന്നെ വന്നില്ല, പിന്നെ പിടികൂടിയില്ല. ഇനി ഈ വഴിക്കൂടെ ഈ ഡോങ്കി റൂട്ടിലൂടെ വരുന്ന മലയാളികൾ അവരുടെ എണ്ണം നന്നേ ചുരുക്കമാണ്. വളരെ ചുരുക്കം പേരാണ് അങ്ങനെ ആ രീതിയിൽ വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റിയാണ് ഒരു സിനിമ ഉണ്ടായത്, മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞൊരു സിനിമ കുറച്ച് നാൾ മുമ്പ്, 1 വർഷം മുമ്പോ 2 വർഷം മുമ്പോ ഉണ്ടായത്. ഇങ്ങനെ ഒരാൾ അവിടെ പല രാജ്യങ്ങളിലൂടെ നടന്ന് ഇവിടെ എത്തിപ്പെടുന്ന കാര്യം. അത് ദുർക്കറാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത് നല്ലൊരു കാര്യം തന്നെ, കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മുടെ ആളുകൾ ഇതുവരെ നാടുകടത്തപ്പെട്ടവരിൽ നമ്മുടെ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം എന്നാണ് നമ്മുടെ ആളുകൾ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വേണേലും ഉണ്ടാകാം. കാരണം ഇല്ലീഗലായിട്ടുള്ളവരെ മുഴുവൻ പറഞ്ഞു വിടുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇല്ലീഗലായിട്ടുള്ളവർ മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പണികളൊക്കെ ആര് ചെയ്യും, ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യും എന്നുള്ള ഒരു ചോദ്യവും അവിടെ നിൽക്കുന്നു.